ഗൈസ്, ഇന്ന് നമ്മൾ കുന്നംകുളം വരെ ഒന്ന് പോവാട്ടോ. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അമ്മയും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രീഷ്മയുടെ വളക്കാപ്പ് നടത്താൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് സാരിയും കാര്യങ്ങളൊക്കെ എടുക്കണം. അവളെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അവൾക്കിപ്പോൾ കുന്നംകുളം വരെ ഒന്ന് യാത്ര ചെയ്യാൻ വയ്യ. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ സ്കൂളിലാക്കിയിട്ടുണ്ട്. അതിന് സ്കൂളിലാക്കി വന്നിട്ട് അവന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ മനസ്സമാധാനമായിട്ട് പോകാമല്ലോ. അല്ലെങ്കിൽ അവൻ അവിടെ കൂടി നടന്ന് നമുക്കൊരു എന്താ പറയുക, സമാധാനത്തോട് കൂടിയിട്ട് ഡ്രസ്സ് എടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പിന്നെ അവനെ സ്കൂളിലാക്കിയിട്ടാണ്. അപ്പം ഇനി അടുത്ത മഴ വരുമ്പോഴത്തേനും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി പോയിട്ട് വരാം. ഓക്കെ, അങ്ങനെ അതാ നമ്മൾ ഇറങ്ങാൻ നിന്നപ്പോൾ ചെറിയ രീതിക്കുള്ള മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ രീതിക്കല്ല, നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം നമ്മൾ കുടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്കൂട്ടിയിൽ പോകാമെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്കൂട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ ബൈക്കല്ല സ്കൂട്ടി ഇട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചങ്ങനകുളം വരെ ഓട്ടോയിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ആദ്യം തിരിച്ചെത്തും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ റിസ്ക് എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഓട്ടോ വിളിച്ചിട്ട് തന്നെ പോയി. ഫസ്റ്റ് ബസ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡിഫൻഡർ ആ ബസ്സായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ കയറിയില്ല കേട്ടോ. നമ്മുടെ കുറ്റിപ്പുറത്ത് ഈയിടെയായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ, അത് അവരുടെ ബസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബസ് പോയിട്ട് പിന്നെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. നല്ല മഴയും ഉണ്ടായിരുന്നു, നല്ല രീതിക്ക് തന്നെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് മഴയൊക്കെ ഒന്ന് കുറഞ്ഞോട് കൂടിയിട്ട് നമ്മുടെ ദുർഗയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, അതാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അതിൽ ചാടിക്കയറി കുന്നംകുളം എത്തിയപ്പോൾ മഴയൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നടന്നിട്ട് നമ്മുടെ കേരള വസ്ത്രാലയയിലേക്കാട്ടോ നമ്മൾ പോണത്. കേരളയിലേക്ക് വരാൻ തന്നെയായിരുന്നു പ്ലാനിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് തന്നെയാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മയ്ക്കാണെന്ന് വെച്ചെങ്കിൽ കുറച്ച് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കേരളയാണ് നല്ലതെന്ന് തോന്നി. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് തന്നെ പിടിച്ചു കൂട്ടാം. പിന്നെ ഓണത്തിന് മുന്നേ കാരണം തോന്നുന്നു വലിയൊരു തിരക്കില്ല. കേരളയിൽ ഇങ്ങനെ ഒന്നല്ലല്ലോ തിരക്ക്, നല്ല തിരക്കാണല്ലോ. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫസ്റ്റ് തന്നെ ഗ്രീഷ്മയ്ക്കുള്ള സാരിയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നോക്കണത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ അത്ര വലിയൊരു ഫംഗ്ഷൻ അല്ലല്ലോ നടത്തണത്, ചെറിയൊരു ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്ര വലിയ വിലയുടെ സാരി ഒന്നും എടുക്കണില്ല കേട്ടോ. ചെറിയൊരു രീതിക്ക് ചെറിയൊരു വിലയുടെ ഒരു സിമ്പിളായിട്ടുള്ള സാരി അത്രയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫംഗ്ഷന് നമ്മൾ അത്രയും വേണ്ടപ്പെട്ട റിലേറ്റീവ്സിനോട് മാത്രമേ പറയണുള്ളൂ, വേറെ ആരോടും പറയുന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് മതി എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ സിമ്പിളിൻ്റെ ആളും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാരി എടുത്തിട്ട് അവൾക്ക് ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കള്ളി ടൈപ്പ് സാരി കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൾ ഉദ്ദേശിച്ച സാരിക്ക് കുറച്ചധികം റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 700 സംതിങ്ങിൻ്റെ ഒരു സാരി കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 780 അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇങ്ങനെ ചെക്കുള്ളത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനത്തെ ടൈപ്പ് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു 600 200 ആ ഒരു റേഞ്ചിലൊക്കെ ആയിട്ട് വരുന്നുള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ലുക്കും ഉണ്ടാവും. അത്ര സിമ്പിളാണെന്ന് പറയാനും പറ്റില്ല. അങ്ങനെ ഒരു മോഡലാട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കളറാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു വാടാമല്ലി കളറൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവൾക്ക് ആ ഒരു കളറാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ മറ്റേ ബ്ലൂ ഒക്കെ ആണെങ്കിൽ അവളുടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മളൊരു സാരി എടുത്തു കഴിഞ്ഞാലും നമ്മൾ പെണ്ണുങ്ങളല്ലേ, നമ്മുടെ സ്വഭാവമല്ലേ, നമ്മൾക്ക് ഇങ്ങനെ സാരികളൊക്കെ കാണുമ്പോൾ പിന്നെയും എടുത്തിടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പറയണമല്ലോ, അല്ലെങ്കിൽ നമുക്ക് സമാധാനമില്ലല്ലോ. അപ്പോൾ അമ്മ അത് അവിടെ അങ്ങനെ 1-2 സാരികളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ദാവണി സെറ്റും വെറുതെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ കുറച്ച് റേറ്റ് കുറവുള്ള മോഡൽ വരുന്നത് കേട്ടോ. പക്ഷേ ഇത് അപ്പോൾ ചേച്ചി പറഞ്ഞത് ഓൾഡായിട്ടുണ്ട് എന്നാണ്. കാരണം ഒരുപാട് പേരുടെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈപ്പ്. പിന്നെ ഈ ഒരു ടൈപ്പാണ്, ഇത് ഓണായിട്ട് വന്നതാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് വെറുതെ നോക്കി എന്നുള്ളൂ, എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗ്രീഷ്മയുടെ സാരി എടുത്തിട്ട് പിന്നെ നമ്മൾ അടുത്ത സെഷനിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോണ സാരി ഇതാകുമ്പോൾ അത്ര റേറ്റും കാര്യങ്ങളൊന്നുമില്ല, ഇത് നല്ല രീതിക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതും ഇങ്ങനെ ഒരു ചെക്ക് ടൈപ്പ് തന്നെയാണ് കേട്ടോ വരുന്നത്. അതാണെങ്കിൽ 200 സംതിങ് ആയിട്ടോ വരുന്നുള്ളൂ, 260 രൂപയെ വരുന്നുള്ളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്, നല്ല അടിപൊളിയാണ്. അതായത് ഉടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് നല്ല ഇതിൽ കിടക്കും ചെയ്യും, പിന്നെ കാണാനും നല്ല ലുക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ അവിടെ ഒരു ചേച്ചി അത് ഉടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഭംഗി കാണാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് എന്തോ ആയിരുന്നു കേട്ടോ ചേച്ചി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മയ്ക്കും ആ ഒരു സാരി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുക്കാൻ വേണ്ടി നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ സാരി എടുക്കുന്ന ഒരാളല്ല, പക്ഷേ ഒരു കളർ കണ്ടപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മളൊരു മെറൂൺ കളർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും എടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. പിന്നെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്കും എടുക്കാമല്ലോ, ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കേട്ടോ അമ്മ എടുത്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ മുകളിൽ നമുക്ക് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഇന്നറും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് നമ്മൾ താഴത്തേക്ക് വന്നു. ഇനി അമ്മയ്ക്ക് മെറ്റീരിയൽ നോക്കാണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് നമ്മുടെ ഫ്രോക്ക് നൈറ്റില്ലേ അത് അടിച്ചു കൊടുക്കാനുള്ള ചെറിയൊരു പ്ലാനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ മെറ്റീരിയലിനൊക്കെ കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കുറവുണ്ടല്ലോ. അപ്പോൾ ക്വാളിറ്റിയും കുഴപ്പമില്ല കേട്ടോ, നല്ല തുണിയാണ് കേട്ടോ, നല്ല കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 3 തുണിയാട്ടോ എടുത്തിട്ടുണ്ടായിരുന്ന, മീറ്റർ 120 ഒറ്റയായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 3 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഓറഞ്ചും പിന്നെ ഒരു പച്ചയും പിന്നെ ഒരു മെറൂണിൻ്റെ മുകളിൽ ഇങ്ങനെ പുള്ളി വരുന്ന ഒരു ടൈപ്പ് അങ്ങനത്തെ. അപ്പോൾ അതെ മെറൂണിൻ്റെ മുകളിൽ ഒരു വയലറ്റ് പുള്ളി വരണം അങ്ങനത്തെ ഒരു ടൈപ്പ് കേട്ടോ. അങ്ങനെ 3 എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 3 എടുത്തിട്ട് നമ്മൾ നോക്കിയിട്ട് മതിയല്ലോ, ഇനി കൂടുതലായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അമ്മ തയ്ക്കണ ഒരാൾ തന്നെ ആയിരുന്നു കേട്ടോ, കുറേ മുന്നേ തയ്ച്ചിരുന്നതാണ്. പിന്നെ അത് അങ്ങോട്ട് സ്റ്റോപ്പാക്കി ഖാദിയിൽ പോണ കാരണം. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്താവുമെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലെ വീട്ടിൽ ചെറിയൊരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിയുടെ 28 അപ്പോൾ അതിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ജോഡി ഡ്രസ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതും കൂടി എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങോട്ട് പോരാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോരാൻ വേണ്ടി നിന്നപ്പോൾ നമ്മുടെ ടർക്കി, തോർത്ത്, ചവിട്ടി, ബെഡ്ഷീറ്റ് അങ്ങനെ കുറേ ഐറ്റംസ് ചീപ്പ് റേറ്റിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു 100 രൂപ, 99 രൂപ, ആ ഒരു 199 ആ റേഞ്ചിലൊക്കെ ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് അതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെറിയ രീതിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ആൾക്കാരിങ്ങനെ എടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു കാവ്യം കൊണ്ട് നോക്കി, പക്ഷെ എടുക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അത് അത്ര ഒരു കനം ഉണ്ടായിരുന്നില്ല, ഭയങ്കര നൈസായിരുന്നു, അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അമ്മ ഒരു ടർക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ കൈ കഴുകണതിൻ്റെ അവിടെ ഇടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ അമ്മയുടെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അമ്മ ആളനായിട്ട് സംസാരിച്ച് നിൽക്കുന്നുണ്ട്, ഫ്രണ്ടിൻ്റെ ചേച്ചിയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ അവിടെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബില്ലാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു കേട്ടോ. അപ്പോൾ ബില്ലാക്കണതിൻ്റെ അവിടെ അത്യാവശ്യത്തിന് തിരക്കുണ്ട് കേട്ടോ. നമ്മളെ എടുക്കണ സ്ഥലത്ത് അത്ര തിരക്കില്ലെങ്കിലും ബില്ലാക്കണതിൻ്റെ അവിടെ നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞാനത് അവിടെ ബില്ലാക്കിയിട്ട് നേരെ നമ്മുടെ സാധനം വാങ്ങണമല്ലോ, അപ്പോൾ അതിന് നിന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ആ ചേച്ചി ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളും ഇങ്ങനെ മൊബൈലിലൊക്കെ ചേച്ചീനെ കണ്ടിട്ടുള്ളൂ കേട്ടോ, ആൾ വിളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ SLC ബാച്ചിൻ്റെ, അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മെസ്സേജൊക്കെ ഇങ്ങനെ അയക്കും, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, DPയിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ആൾക്ക് നല്ല ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പറയായിരുന്നു ഞങ്ങൾ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബില്ലാക്കണേൻ്റെ അവിടെ ഉള്ള തിരക്കിനേക്കാൾ ഇരട്ടി തിരക്കാട്ട സാധനം വാങ്ങിക്കാനുള്ളിടത്ത്. അങ്ങനെ കുറേ നേരം നിന്നിട്ട് നമ്മുടെ സാധനമൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേനും വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി നിന്നപ്പോഴത്തേനും നമ്മുടെ ജോണീസ് ബസ് ഉണ്ടല്ലോ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെ കണ്ടപ്പോൾ സ്ലോ ആക്കിയിട്ട, കാരണം അമ്മ സ്ഥിരം ഈ ബസ്സിലാണ് വൈകിട്ട് വരാറ്. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ നിർത്തിയപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, വേഗം ചാടി അതിൽ കയറിയിട്ടോ. അങ്ങനെ നമ്മൾ ചങ്ങനകുളത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് സിറ്റിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും ഇവിടെ തന്നെ ആട്ടോ കയറാറും. അങ്ങനെ ഫുഡ് സിറ്റിയിലും കയറിയിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്, പക്ഷെ നമ്മൾ പറഞ്ഞത് ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ പിന്നെ ചിക്കൻ കഴിക്കില്ലല്ലോ, അപ്പോൾ അമ്മ വെജ് ഫ്രൈഡ് റൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ചില്ലി ഗോബി ഇല്ലേ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗ്രേവി ടൈപ്പ്. പിന്നെ ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മൊജിറ്റോയാട്ടോ, നമ്മുടെ പാഷൻ ഫ്രൂട്ട് മൊജിറ്റോയില്ലേ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലൈമായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ആദിക്കും ഗ്രീഷ്മയ്ക്കൊക്കെ പാഴ്സൽ വാങ്ങി കൊടുത്തു കേട്ടോ, കൊണ്ടുപോവുകയാണ് ചെയ്തത്. കാരണം വീട്ടിൽ അച്ഛൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അവർക്ക് രണ്ടാൾക്കും മാത്രമായിട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് പോയതാട്ടോ ബാക്കിയുള്ള വീഡിയോയിൽ. അപ്പോൾ എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഒറ്റ വീഡിയോയ്ക്ക് മാറ്റിയെടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഇന്ന് നമ്മൾ പരാഗ് മാളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് എന്തിനാണ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാരി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഒരു ബ്ലൗസ് പീസ് എടുക്കണം. പിന്നെ അമ്മയ്ക്ക് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടല്ലോ, അതിലേക്ക് ത്രെഡും പിന്നെ ഷോ ബട്ടണൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരാഗ് മാളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ആദീനെ സ്കൂളിലാക്കിയിട്ട് തന്നെയാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്.
എന്നിട്ട് നമ്മൾ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. എടപ്പാൾ പരാഗിൽ ഞാൻ പോയിട്ടുണ്ട് മുന്നേ. ഗ്രീഷ്മയുടെ എൻഗേജ്മെൻറ്റ് ടൈമിൽ നമ്മൾ അവിടെ നിന്നാട്ടോ അവളെ ലെഹങ്കയുടെ മെറ്റീരിയലൊക്കെ അവിടെ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. നമുക്ക് വല്ല ലെഹങ്കയോ അല്ലെങ്കിൽ ധാവണിയൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള മെറ്റീരിയലുകളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നെറ്റ് ടൈപ്പ് സാരിയൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ അതൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി നടക്കുമായിരുന്നു ഞാൻ. പിന്നെ മെയിനായിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആ സാരി ഉണ്ടല്ലോ, മെറൂൺ സാരി, അതിലേക്ക് ബ്ലൗസ് എടുക്കാൻ വേണ്ടിയിട്ട്. അന്ന് അത് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഇവിടെ വന്നിട്ട് എടുക്കാമെന്നുള്ളൊരിതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണും ചെയ്യാമല്ലോ, നമ്മളിവിടെ വന്നിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ ഏകദേശം അതിലേക്ക് മാച്ചായിട്ടൊരു സിൽവർ കളർ മാച്ചായിരിക്കും, കോൺട്രാസ്റ്റ് ആയിട്ട് സിൽവർ ഭംഗി ഉണ്ടാവും എന്നൊക്കെയാണ് തന്നാ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് സിൽവർ വെച്ചപ്പോൾ അത്ര ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് നെറ്റ് ടൈപ്പിൻ്റെ. അപ്പോൾ ഈ ഒരു കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കളറ് നല്ലൊരു സ്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, അതെടുത്തോട്ട് 1 മീറ്ററൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെടുത്തു. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നെറ്റ് ടൈപ്പ് ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ. സാരിക്ക് കൊണ്ടുപോകാറുണ്ടെന്ന് പറഞ്ഞു. നല്ല റേറ്റും ഉണ്ട് കേട്ടോ. 1 മീറ്ററിന് തന്നെ 600 200 സംതിങ് ഒക്കെ വരുന്നുണ്ട്. സാരിയൊക്കെ ആകുമ്പോൾ ഏകദേശം നമുക്കൊരു 5 മീറ്ററൊക്കെ വേണമല്ലോ, എന്നാലല്ലേ വൃത്തിക്ക് കിട്ടുള്ളൂ. അപ്പോൾ കണ്ട നല്ല ഭംഗിയുണ്ട്, നല്ല നല്ല കളേഴ്സാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ മുകളിലാണ് കേട്ടോ, മുകളിലത്തെ നിലയിലാണ്. പിന്നെ നമ്മൾ താഴത്തേക്ക് പോന്നിട്ട് ത്രെഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എല്ലാറ്റിൻ്റെയും പീസായിട്ട് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ നൂലൊക്കെ എടുത്തിട്ടുണ്ട്. ഏകദേശം ഉള്ള നൂലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ 1-2 ഷോ ബട്ടണും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കടിച്ചിട്ട് ഒന്ന് വൃത്തി പോലെ കെട്ടിയിട്ട് വേണം നമുക്ക് സെയിലാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ അമ്മേനൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് വേണ്ട ലേസും കാര്യങ്ങളൊക്കെ അതും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ കുറച്ചായിട്ടുണ്ട് അടിക്കാനൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ രണ്ടാമതും ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ, പൊടി തട്ടി എടുത്താലോ എന്നുള്ളൊരു ആലോചനയിലാണ് കേട്ടോ. അപ്പം എല്ലാം ഗാദിയിൽ പോക്കൊക്കെ നിർത്താമെന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട് നമുക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബില്ലാക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നെന്തോ ഭാഗ്യത്തിന് നല്ല വെയിലാണ്, മഴയും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മളത് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നേരെ പോണത് നമ്മുടെ കൽഹാരയ്ക്കാണ് കേട്ടോ. കൽഹാരയിലാണ് നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാറ്. ഇപ്പോൾ കുറച്ചായിട്ട് ഇവിടെ തന്നെ കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുക്കണം. നല്ല അടിപൊളിയായിട്ട് അവർ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ. അപ്പം ഇനി കൈയോട് കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ഓണക്കല്ല വരണത്, തിരക്കും കാര്യങ്ങളൊക്കെ കൂടുമല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ അവർ ഫുഡ് കഴിക്കുകയായിരുന്നു കേട്ടോ. 2 ചേട്ടന്മാരാണ് അവിടെ അടിക്കുന്ന ആൾക്കാരുള്ളത്. അപ്പോൾ 2 ആളും ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെഡ്ഡിങ് ഡ്രസ്സും പാർട്ടി വെയർ, ലെഹങ്ക, സാരി ബ്ലൗസ്, ചുരിദാർ, വെഡ്ഡിങ് ബ്ലൗസ്, കിഡ്സ് ഫ്രോക്ക് എല്ലാം തയ്ക്കും കേട്ടോ. എല്ലാം നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ തയ്ക്കും. നമ്മൾ പറയണ പോലെ തന്നെ അവർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ. അതേപോലെ ഞാനിപ്പോൾ ആദ്യയുടെ യൂണിഫോമും അതേപോലെ തന്നെ ഇപ്പം അമ്മയുടെ ചുരിദാർ, അതുപോലെ ബ്ലൗസ് എല്ലാവരും ഇവിടെ തന്നെ കേട്ടോ. വല്യമ്മ ഇവിടെ തന്നെയാണ് ഇപ്പോൾ വെച്ച് കൊടുക്കാറ്. നല്ല വൃത്തിക്ക് അടിച്ച് തരും ചെയ്യുമല്ലോ, അതുകൊണ്ട്. അങ്ങനെ ഞങ്ങളവർ ഫുഡ് കഴിച്ച് വരണ വരെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അവർ തന്നെ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടനെ നമ്മളിതാ അളവ് ബ്ലൗസ് ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇനി അളവെടുക്കും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, ലൈനിങ്ങും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതിൻ്റെ പണിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കൊടുത്ത് നമ്മൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ആദ്യം സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അച്ഛൻ പോയി കൊണ്ടുവരിക തന്നെ ചെയ്തത് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് വൈകിട്ട് അച്ഛൻ പോയി കൊണ്ടുവരും കേട്ടോ. അച്ഛൻ മിക്കതും വീട്ടിലുണ്ടാവാറുണ്ട് ഉച്ചയ്ക്ക് ശേഷം. അതുകൊണ്ട് പിന്നെ അച്ഛൻ കൊണ്ടുവരും, ഞാൻ കൊണ്ടാക്കട്ടെ ചെയ്യാറും. പിന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ കുട്ടി കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പാവം കുട്ടിയുടെ കോട്ട് നല്ല ഇറക്കാട്ടാ. അതുകൊണ്ടാണ് കുട്ടി അത് തട്ടി വരാൻ പോവുകയാണ്. എന്നാലും ആൾ അതൊക്കെ പൊക്കി പിടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതിലേക്ക് എല്ലാവർക്കും ബൈ.